സാനന്തരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴും ആര്യപാദം. എല്ലാവർക്കും നമസ്കാരം. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമനായി വാണിടുകിലും ഒന്നുരിയാടുവതിനിടകേട്ടാൽ വന്നാര്യമപടർ നാരായണ ജയ. ധനത്തിൻ്റെയും പദവികളുടെയും നിസ്സാരത മരണത്തിലൂടെയാണ് മനുഷ്യൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും പറയാനുണ്ടാകും അതിനെപ്പറ്റി ഒരു കഥ. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കൾക്കും പ്രതിഭാസങ്ങൾക്കും ഓരോ പ്രത്യേകതയാണ് പ്രകൃതി നൽകിയിരിക്കുന്നത്. അഗ്നി ആളിപ്പടരുമ്പോൾ ജലം അതിനെ ശമിപ്പിക്കുന്നു. ധനവും സ്ഥാനമാനങ്ങളുമാണ് സുഖദുഃഖങ്ങളെ തരുന്നതെന്ന് നമ്മുടെ മിഥ്യയായ ധാരണയാണ്. മരണം ജനനത്തിൽ തുടങ്ങി ശരീരത്തെ പിന്തുടർന്ന സത്യമാണെന്നും ധനസ്ഥാനമാനാദികൾക്ക് അതിനെ തടയാൻ സാധ്യമല്ലെന്നുമാണ് ഈ പദ്യത്തിലൂടെ ആചാര്യൻ ഉറപ്പിച്ചു പറയുന്നത്. പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവളയുടെ അവസ്ഥയാണ് കാലമാകുന്ന സർപ്പത്തിൻ്റെ പിടിയിൽ ജനനം മുതലേ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ. കാലസർപ്പത്തിൻ്റെ വായിലിരിക്കുന്ന മർത്യൻ എത്ര കണ്ട് ധനം സമ്പാദിച്ചാലും സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചാലും സർപ്പം കഴുത്തിൽ പിടിമുറുക്കുമ്പോൾ ഒന്നുരിയാടാൻ പോലുമുള്ള സമയമോ പ്രാപ്തിയോ അവനുണ്ടാവുകയില്ല. അപ്പോൾ അതുവരെയുള്ള ജീവിതത്തെ ധനത്തിലും സ്ഥാനമാനങ്ങളിലും മുഴുകി വൃഥാവിലാക്കാതെ അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കണം. ഗീതയിൽ ഭഗവാൻ അർജുനോട് പറയുന്നു, അർജുന, ലോകത്തെ നശിപ്പിക്കുന്ന കാലമാകുന്ന ഞാൻ ഇവിടെ സംഹാരകൃത്യത്തിലേർപ്പെട്ടിരിക്കുകയാണ്. നീ ഇല്ലെങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന ശത്രുപക്ഷത്തിലെ യോദ്ധാക്കൾ ആരും തന്നെ ജീവിച്ചിരിക്കുകയില്ല. ഇതിലൂടെ കാലമാകുന്നത് ഈശ്വരനാണെന്നും ഈശ്വരനേക്കാൾ വലിയ സത്യമില്ലെന്നും മരണം ഈശ്വര നിശ്ചയമാണെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതതിൻ്റേതായ സ്ഥാനവും പ്രാധാന്യവും ഒഴിച്ചാൽ ധനത്തിനും പദവികൾക്കും ഈ പ്രപഞ്ചത്തിൽ മറ്റു മൂല്യങ്ങളൊന്നുമില്ലെന്നും നാം മനസ്സിലാക്കണം. കാലം നിത്യമായ പ്രതിഭാസമാണ്. യഥാർത്ഥത്തിൽ കാലം മാത്രമാണ് ഇവിടെ സത്യമായിട്ടുള്ളത്. ഒരു കൽപ്പം കഴിഞ്ഞ് മറുകൽപ്പത്തിനിടയിലുള്ള അന്തരാളത്തിലും കാലം നിത്യസത്യമായി നിലകൊള്ളുന്നു. അതായത് ഒന്നുമില്ലാത്ത അവസ്ഥയിലും ഉള്ളത് കാലം മാത്രം എന്ന് സാരം. ശ്രീമദ് ഭാഗവതത്തിലെ ഗജേന്ദ്രമോക്ഷം കഥയും ഈ സത്യത്തെ വെളിപ്പെടുത്തുന്നതാണ്. കൂപ്പേ വീണുഴലുന്നതുപോലെ ഗേഹേ വാണുഴലുന്ന ജനാനാം ആപൽഘണം അകലേണ്ടുകിൽ മുനിജനവാക്കുകൾ പറയാം നാരായണ ജയ. ഇവിടെ ശരീരത്തിൽ ബദ്ധാവസ്ഥയിൽ കഴിയുന്ന ജീവനെ കിണറ്റിൽ വീണ് മുങ്ങിപ്പൊങ്ങി കൈകാലിട്ടടിക്കുന്ന ഒരു വ്യക്തിയോട് ഉപമിച്ചിരിക്കുകയാണ് ആചാര്യൻ. സ്വയമേവ മുക്തനായ ജീവൻ കുടത്തിനുള്ളിലെ വായുവിനെ പോലെ അസ്വതന്ത്രനാണ്. കുടം പൊട്ടുമ്പോഴോ അഥവാ കുടത്തിൽ നിന്ന് ഏത് വിധത്തിലും പുറത്തേക്ക് വമിക്കപ്പെടുമ്പോഴോ മാത്രമാണ് അതിനുള്ളിലകപ്പെട്ട വായു മുക്തമാകുന്നത്. ഏകദേശം അതുപോലെയാണ് ശരീരത്തിനുള്ളിലിരിക്കുന്ന ഈ ജീവന്റെ സ്ഥിതിയും. ജീവനിൽ നിന്ന് പ്രകൃതിയുടെ മായാവരണം വേർപ്പെടുത്തിയാൽ അവ സർവസ്വതന്ത്രമാണ്. നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപനാണ് ജീവൻ. കുടുംബത്തോടുള്ള ആസക്തി കൊണ്ട് ഒരു ജീവൻ ആത്മീയ പുരോഗതിയിൽ നിന്ന് പിന്തിരിക്കപ്പെടുന്നുവെങ്കിൽ അത് മമത എന്ന വികാരത്തിൻ്റെ ശക്തിയിന്മേലാണ് സംഭവിക്കുന്നത്. ഇവിടെ മമത എന്നത് മനുഷ്യജീവിത ദൈർഘ്യത്തിൻ്റെ 1/3 കാലത്തോളം ജീവനെ വിട്ടുനിൽക്കുന്നതായ മനസ്സ് എന്ന തത്വത്തിൻ്റെ ഉപരിതലത്തിൽ തെളിയുന്ന മിഥ്യയായ വികാരങ്ങളിൽ ഒന്നാണ്. 75 വർഷം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ 20 മുതൽ 25 വരെ വർഷക്കാലം ഉറങ്ങുകയാണ് ചെയ്യുന്നത്.
മൂന്നിലൊന്നോളം വരുന്ന ഇക്കാലമത്രയും തന്നെ വിട്ടുനിൽക്കുന്ന ഈ മനസ്സിലാണ് ബന്ധന ഹേതുക്കളായ സകല കളങ്കങ്ങളും നിഴലിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ സർവസ്വതന്ത്രനായ ജീവൻ കർമാനുഭവ യോഗ്യമായ ഈ ശരീരത്തിൽ വന്ന് ബദ്ധനാവുകയും അതിലൂടെ ഈ പ്രപഞ്ചത്തിലെ സുഖദുഃഖങ്ങളെ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇവിടെ കിണറ്റിൽ വീണ വ്യക്തി അതിലെ ജലത്തിൽ മുങ്ങി ശ്വാസം മുട്ടി ദുരിതമനുഭവിക്കുമ്പോൾ, ഒരു ശരീരത്തിൽ പെട്ടുപോകുന്ന ജീവനാകട്ടെ സംസാരമാകുന്ന ആഴക്കടലിലേക്കാണ് മുങ്ങിത്താഴുന്നത്. കിണറ്റിൽ വീണ വ്യക്തി കൈകാലിട്ടടിച്ച് ഇടയ്ക്കൊന്ന് പൊങ്ങുമ്പോൾ ഒരു നിമിഷത്തേക്ക് അയാൾക്ക് ശ്വാസം തിരികെ ലഭിക്കുന്നു. അതിലൂടെ അല്പം ആശ്വാസം അനുഭവിക്കുകയും ചെയ്യുന്നു. പക്ഷേ നിസ്സഹായനായ അവൻ നിമിഷാർത്ഥത്തിൽ തന്നെ വെള്ളത്തിലേക്ക് ആഴ്ന്നു പോകുന്നു. ആ അവസ്ഥയിൽ എങ്ങനെയെങ്കിലും തനിക്ക് രക്ഷപ്പെടണമെന്ന മോഹം അവനിലുണ്ടാകുന്നു. എന്നാൽ സംസാരത്തിൽ പെട്ടുപോയ ജീവനാകട്ടെ താൻ അനുഭവിക്കുന്ന അല്പസുഖങ്ങളുടെ കാലദൈർഘ്യം ഈ നിമിഷാർത്ഥത്തേക്കാൾ തെല്ല് നീണ്ടു നിൽക്കുന്നത് കൊണ്ട് ആ ദുരിതാവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, അടുത്ത ദുഃഖം തന്നെ തേടിയെത്തുന്നതുവരെ ആ അല്പസുഖത്തിൽ സർവവും മറക്കുന്നുവെന്നതാണ് ആശ്ചര്യജനകമായ വസ്തുത. എന്നാൽ കിണറ്റിലെ വ്യക്തി പൊങ്ങുമ്പോൾ അനുഭവിക്കുന്ന സുഖത്തിൻ്റെ 100 മടങ്ങ് ദുഃഖം മുങ്ങുമ്പോൾ അനുഭവിക്കുന്നത് പോലെ സംസാരത്തിലും സുഖത്തേക്കാൾ അധികം ദുഃഖമാണ് ജീവന്മാർ അനുഭവിക്കുന്നത്. മറ്റൊന്ന്, കിണറ്റിലെ വ്യക്തി പൊങ്ങുമ്പോൾ അനുഭവിക്കുന്ന സുഖത്തെ അവൻ മുങ്ങിക്കിടക്കുമ്പോൾ അനുഭവിക്കുന്ന ദുഃഖത്തിൽ നിന്നും നിമിഷാർത്ഥത്തേക്കുണ്ടാകുന്ന ഒരു ശമനം മാത്രമായേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അല്ലാതെ സംസാരത്തിൽ സുഖമെന്നത് ഒരിക്കലും സാധ്യമല്ല. ഇതിനെക്കുറിച്ച് ആദിശങ്കരൻ ഭജഗോവിന്ദത്തിൽ പറയുന്നു: ശോകഗ്രസ്തം ലോകസമസ്തം. ലോകം മുഴുവൻ ദുഃഖത്തിൻ്റെ പിടിയിലകപ്പെട്ടിരിക്കുകയാണ്. സംസാരത്തിലെ സുഖദുഃഖങ്ങളുടെ അനുഭവവും കേവലം ഇപ്രകാരം തന്നെ. കൂട്ടിലടയ്ക്കപ്പെട്ട കിളികൾ അവയെ ഒരിക്കൽ തുറന്നുവിട്ടാൽ എന്നേക്കുമായി സ്വതന്ത്രരാകുന്നത് പോലെയല്ല ഇവിടെ ജീവന്മാരുടെ കഥ. മറിച്ച് തങ്ങളുടെ പ്രാരബ്ധം അനുഭവിച്ചു തീരുന്നതുവരെ അവർ ഒരു കൂട് വിട്ട് മറുകൂട്ടിലേക്ക് ബലാൽ അകപ്പെട്ടു പോകുന്നുവെന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. അടുത്ത പദ്യങ്ങളിൽ പറയാൻ പോകുന്നത് ആയതിലേക്കുള്ള പരിഹാരമാർഗങ്ങളെക്കുറിച്ചാണ്. കെട്ടുകളായതു കർമ്മം പുരുഷനു, കെട്ടുകളേ മുക്തി വരൂ ദൃഢം, കെട്ടുകളോ ഫലഭൂത്യാ തീരും, കെട്ടായിനിയും നാരായണ ജയ. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടത് മുമ്പിൽ നാം. പൂതാനം തിരുമേനിയുടെ ജ്ഞാനപ്പാന. എങ്ങനെയുള്ള ശരീരത്തിൽ ഒരു ജീവൻ പുനർജനിക്കണമെന്നതിന് പോലും നമ്മുടെ കർമ്മങ്ങളാണ് അടിസ്ഥാനം. കർമ്മങ്ങളാണ് പുരുഷനെ, അതായത് 9 വാതിലുകളുള്ള ശരീരമാകുന്ന പുരത്തിൽ ശയിക്കുന്നവനെ സംസാരത്തിൽ ബന്ധിക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ 4-ാം സ്കന്ധം 25 മുതൽ 29 വരെയുള്ള അധ്യായങ്ങളിൽ പുരഞ്ജനോപാഖ്യാനവും അതിൻ്റെ താത്വികമായ അവലോകനവും പ്രതിപാദിച്ചിരിക്കുന്നത് കാണുക. കർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർക്കിടയിൽ പോലും ഭിന്നാഭിപ്രായങ്ങളുണ്ടെന്നാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്. കർമ്മങ്ങളെല്ലാം ദോഷയുക്തമായി കണ്ട് അവയെ ത്യജിക്കണമെന്ന് ചില വിദ്വാൻമാർ പറയുന്നു. എന്നാൽ യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങളെ ത്യജിക്കരുതെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു. പക്ഷേ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണണമെന്നതാണ് ഭഗവാന്റെ സിദ്ധാന്തം. കർമ്മം അതായത് കർമാനുഷ്ഠാനം, അകർമ്മം അതായത് കർമ്മവൈമുഖ്യം, വികർമ്മം അതായത് അരുതാത്ത കർമ്മങ്ങളുടെ അനുഷ്ഠാനം എന്നിങ്ങനെ സങ്കീർണമാണ് കർമ്മഗതികൾ. അകർമ്മം സാധ്യമല്ലാത്ത സ്ഥിതിക്ക് വികർമ്മങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ കർമ്മങ്ങൾക്ക് കർത്താവായ ജീവനുമായി ബന്ധമില്ലാതെയാകുന്നു. ഇത് ഭാവി കാര്യം. എന്നാൽ കഴിഞ്ഞ പല ജന്മങ്ങളിൽ ജീവൻ അജ്ഞാനത്താൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ പ്രാരബ്ധഫലം അനുഭവിക്കാൻ ഉതകുന്ന വിധം ഒരു ശരീരവുമായിട്ടാണല്ലോ നാം ഇവിടെ വന്നിരിക്കുന്നത്. പുണ്യമായാലും പാപമായാലും ഫലേച്ഛയോടുകൂടി ചെയ്ത കർമ്മങ്ങളായത് കാരണം അവ ജീവനോട് തന്നെ ചേർന്ന് കിടക്കുന്നു. ഇങ്ങനെ കർമ്മങ്ങളാൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവന് ഫലാനുഭവം കഴിയാതെ മുക്തി സാധ്യമല്ല. വർത്തമാന ജീവിതം ഭൂതകാല കർമ്മങ്ങളെ അപേക്ഷിച്ചിരിക്കുന്നത് പോലെ ഭാവി ജീവിതം വർത്തമാനകാല കർമ്മങ്ങളുടെ ഫലാനുഭവത്തിന് വേണ്ടിയാണ് സംഭവിച്ചിരിക്കുന്നത്. ഫലേച്ഛ കൂടാതെ വർത്തമാനകാല കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വഴി പ്രാരബ്ധമൊടുങ്ങുന്നതോടുകൂടി ജീവൻ ജനനമരണ സംസാരത്തിൽ നിന്ന് മുക്തനാകുന്നു. അതുകൊണ്ട്
കർമ്മഫലമായി വന്നുകൂടുന്ന സുഖദുഃഖങ്ങളെ സമചിത്തതയോടുകൂടി സ്വീകരിച്ചുകൊണ്ട് വർത്തമാനകാല കർമ്മങ്ങൾ നമ്മെ ബദ്ധമാക്കാത്ത വിധം അനുഷ്ഠിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. കേൾക്കണമെളുതായുണ്ടു രഹസ്യം, ദുഷ്കൃതവും നിജ സുകൃതവുമെല്ലാം കാൽക്കൽ നമസ്കൃതി ചെയ്തു മുകുന്ദനിൽ ആക്കുക സതതം നാരായണ ജയ. ഒരു നിമിഷത്തേക്ക് പോലും മനുഷ്യന് ഭൂമിയിൽ കർമ്മം കൂടാതെ ജീവിതം സാധ്യമല്ല. ഭഗവാൻ ഗീതയിൽ പറയുന്നു, അകർമ്മത്തേക്കാൾ ശ്രേഷ്ഠം നിയതമായ കർമാനുഷ്ഠാനം തന്നെയാണ്. മാത്രമല്ല, കർമ്മങ്ങൾ കൂടാതെ മനുഷ്യന് ദേഹപാലനം പോലും സാധ്യമല്ല. അങ്ങനെയിരിക്കെ കർമ്മങ്ങൾ ജീവനെ സംസാരവുമായി ബന്ധിക്കാതിരിക്കാനുള്ള ഏക ഉപാധി നിയതമായ കർമ്മങ്ങൾ ഈശ്വരാർപ്പണമായി അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അതിനാൽ ആദ്യം തന്നെ ജീവന് കർമ്മങ്ങളുടെ കർത്തൃത്വം ഒഴിയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ജീവന് കർമ്മങ്ങളുമായി യാതൊരു ബന്ധം തന്നെയില്ല. പ്രകൃത്യൈവച കർമാണി ക്രിയമാണാനി സർവശ. ഇവിടെ പ്രകൃത്യാ തന്നെ സർവകർമ്മങ്ങളും ചെയ്യപ്പെടുകയാണ് സംഭവിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങളെ നാം മാറി നിന്ന് വീക്ഷിച്ചാൽ മനസ്സിലാകുന്ന വസ്തുതയാണത്. എന്നാൽ ഇത് ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിച്ച് ജീവൻ അജ്ഞാനം കൊണ്ട് സ്വയം കർമ്മങ്ങളുടെ കർത്തൃത്വം ഏറ്റെടുക്കുന്നു. കർത്തൃത്വഭാവം ഒഴിയണമെങ്കിൽ ആദ്യം ഞാൻ എന്ന വ്യക്തിത്വാഹങ്കാരം ഇല്ലാതാകണം. ഈശ്വരനും താനും രണ്ടാണെന്ന അജ്ഞാനജമായ ദ്വൈതഭ്രമമാണ് ഈ അഹങ്കാരത്തിന് കാരണം. നദിയിലെ ജലമൊഴുകി സമുദ്രത്തിൽ ചേർന്നാൽ പിന്നെ നദിയിലെ ജലം സമുദ്രത്തിലെ ജലം എന്ന് തമ്മിൽ വേർതിരിച്ച് കാണാൻ കഴിയാത്തതുപോലെ, അഥവാ നദിയിലേതായാലും സമുദ്രത്തിലേതായാലും ജലത്തിൻ്റെ സ്വരൂപവും സവിശേഷതയും ഒന്നായി തന്നെ നിലനിൽക്കുന്നത് പോലെ നാമും ഈശ്വരനും സ്വരൂപത്തിൽ ഒന്നാണെന്ന ബോധം നമ്മിൽ സ്ഥായിയായി നിലനിൽക്കേണ്ടതുണ്ട്. ജലത്തോടൊപ്പം മരക്കഷ്ണങ്ങളൊഴുകി സമുദ്രത്തിൽ പതിക്കുമ്പോൾ ജലത്തിന് സമുദ്രജലവുമായി ചേർന്ന് അതിൻ്റെ അസ്തിത്വം നഷ്ടമാകുന്നു. എന്നാൽ മരക്കഷ്ണങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നില്ല. ഇവിടെ രണ്ട് ജലങ്ങളുടെയും സ്വഭാവവും സ്വരൂപവും കേവലം ഒന്നായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മറിച്ചാകുന്ന പക്ഷം, അതായത് താനും ഈശ്വരനും രണ്ടാകുന്ന പക്ഷം, ജീവന് ഏതൊരു മാർഗത്തിലൂടെയും യോഗം സാധ്യമല്ല എന്നത് ഈ ഉദാഹരണത്തിലൂടെ വ്യക്തമാകുന്നു. ലത്വം കലർന്നിത് ലകാരത്തിനപ്പരിചു തത്വം നിനക്കിലൊരു ദിവ്യത്വമുള്ളൂ തവ എന്ന് എഴുത്തച്ഛൻ ഹരിനാമകീർത്തനത്തിൽ പറയുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാനും പറയുന്നു, മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. ജീവലോകത്തിൽ ജീവഭൂതങ്ങൾ എൻ്റെ തന്നെ സനാതനമായ അംശമാണ്. അജ്ഞാനത്താൽ ഈ ജ്ഞാനം മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിൽ വ്യക്തിത്വ അഹങ്കാരം ഉണ്ടാകുന്നത്. ഞാൻ എന്ന ഭാവമുള്ളിടത്തോളം കർത്തൃത്വഭാവവും ഉണ്ടായിരിക്കും. കർത്തൃത്വഭാവം നശിക്കാതെ കർമ്മങ്ങളെ ഭഗവതാർപ്പണമാക്കി മാറ്റാൻ സാധ്യമല്ല. കാരണം ഈശ്വരൻ ആരുടെയും പുണ്യമോ പാപമോ ഏറ്റെടുക്കുന്നവനല്ല. ന ആദത്തെ കസ്യചിത് പാപം ന ചൈവ സുഹൃതം വിഭു അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. ശ്രീമദ് ഭഗവത്ഗീത 5-ാം അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം. തൻ്റെ സ്വരൂപമെന്താണെന്ന് തിരിച്ചറിവിലൂടെ അഹങ്കാരമൊഴിഞ്ഞാലേ കർത്തൃത്വം ജീവനെ വിട്ടൊഴിയൂ എന്ന് സാരം. കർത്തൃത്വഭാവത്തോടുകൂടി ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ കർത്താവായ ജീവനോട് ചേർന്ന് കിടക്കുകയും അതാത് കർമ്മങ്ങളുടെ ഫലം ജീവന് കാലാകാലങ്ങളിൽ അനുഭവയോഗ്യമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ മോക്ഷം എന്നത് ജീവനെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമായി നിലകൊള്ളുന്നു. അതുകൊണ്ട് സർവരും തങ്ങളുടെ കർമ്മങ്ങളെ ഈശ്വരാർപ്പണ ബുദ്ധിയാ ചെയ്യണമെന്നാണ് അനുശാസിക്കുന്നത്. കയ്യിൽ വരുന്നത് കൊണ്ടു ദിനങ്ങൾ കഴിക്ക ഫലം പുനരീക്ഷിക്കൊല്ല കൈവരുമാകിലും ഇന്ദ്രന്റെ പദം എന്തിന് തുച്ഛം നാരായണ ജയ. ഭൂമിയിൽ മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നത് മോക്ഷപ്രാപ്തിയാണെന്ന് പറഞ്ഞുവല്ലോ. നാം ആരും ഇവിടെ ഒന്നും തന്നെ സമ്പാദിക്കാൻ വേണ്ടി വന്നവരല്ല. സത്യത്തിൽ മനുഷ്യൻ മാത്രമാണ് ഭൂമിയിൽ സമ്പാദ്യ സ്വഭാവമുള്ള ഒരേ ഒരു ജീവി.
നാളേക്ക് വേണ്ടിയാണ് മനുഷ്യൻ സമ്പാദിക്കുന്നതെങ്കിലും നാളെ എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രവചനീയമായ ഒരു വസ്തുതയാണ്. മാത്രമല്ല, മഹത്തായ മനുഷ്യജീവിതത്തിൽ ഇന്നിനാണ് ഏറ്റവും അധികം പ്രാധാന്യം. കാരണം ജീവിച്ചിരിക്കുന്ന നിമിഷം നാം എങ്ങനെ ഇരിക്കുന്നുവോ അതാണ് ജീവിതത്തിൻ്റെ ഗുണനിലവാരം. ഇന്ന് ജീവിക്കാതെ സങ്കല്പമാത്രമായ നാളേക്ക് വേണ്ടി സമ്പാദിക്കുന്നത് സാമൂഹിക ജീവിതത്തിൽ പോലും അനുചിതമായ കാര്യമാണ്. കൂടാതെ സമൂഹത്തിൽ ഒരു കൂട്ടം മനുഷ്യർ അന്നം കിട്ടാതെ പട്ടിണി കിടക്കുമ്പോൾ ഇന്ന് മൂക്കുമുട്ട കഴിച്ച് ബാക്കി നാളേക്ക് കൂട്ടിവെക്കപ്പെടുന്ന അന്നം ഒരു കാരണവശാലും നമ്മുടേതല്ല. അത് ഈശ്വര ദൃഷ്ടിയിൽ പാപം തന്നെയാണ്. മറ്റൊരു കാര്യം, സമ്പാദ്യശീലർ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയായാൽ അത് വന്ന കാര്യത്തെ മറന്നു ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി കൂടിയാണ്. അതുകൊണ്ട് തുഞ്ചത്താചാര്യൻ പറയുന്നു, കയ്യിൽ വരുന്നത് കൊണ്ട് ദിനങ്ങൾ കഴിക്കുക, യദൃച്ഛയാ വരുന്ന അർത്ഥത്തിൽ തൃപ്തരാകുക എന്ന് സാരം. അതിനുവേണ്ടിയാണ് ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന 4 പുരുഷാർത്ഥങ്ങളെ കൊണ്ട് ചിട്ടപ്പെടുത്തിയ ഒരു മഹത്തായ ജീവിതചര്യയെ നമുക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ ഉപദേശിച്ചു തന്നിരിക്കുന്നത്. എന്താണ് ധർമ്മം? ധർമ്മമെന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ആത്മസാക്ഷാത്കാര യത്നമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് ധാർമ്മികമായി വരുന്ന അർത്ഥത്തെ കൈക്കൊള്ളുക, തുടർന്ന് ആ അർത്ഥത്തെ കൊണ്ട് ധാർമ്മികങ്ങളായ കാമങ്ങളെ ഭുജിക്കുക, ഒടുവിൽ ആ കാമങ്ങളെല്ലാം ധാർമ്മികമായി തന്നെ ത്യജിച്ചുകൊണ്ട് ധർമ്മലാഭമാകുന്ന മോക്ഷത്തെ വരിക്കുക. ചുരുക്കത്തിൽ ജീവിതത്തിലുടനീളം ആത്മസാക്ഷാത്കാര യത്നമെന്ന ധർമ്മത്തെ വെടിയാതിരിക്കുക. ഇതാണ് പുരുഷാർത്ഥത്തിലൂടെ ആചാര്യന്മാർ നമ്മെ ഉപദേശിക്കുന്നത്. നിറയുന്ന നേരം തുളുമ്പി വാർന്നൊഴുകുന്ന മിഴി പോലെയല്ലന്തരംഗം, നനയുന്ന മാത്രേ വരണ്ടുണങ്ങിയിടുന്ന ഗഹനാന്ത കൂപ്പമീ ഹൃദയം. അറിയാതെ കസ്തൂരി പരിമളം തിരയുന്നൊരരിയ മാൻപേടയെപ്പോലെ അതിനെ നിറയ്ക്കുവാനോടേണ്ട മാനുഷ, മതിയാകയില്ല ജന്മങ്ങൾ. വിഷയാനുഭവങ്ങളാൽ ഒരിക്കലും തൃപ്തമാകാത്ത ഒന്നാണ് മനസ്സ്. അങ്ങനെയുള്ള മനസ്സിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ജീവിതകാലം മുഴുവൻ പ്രയത്നിക്കുന്നത്. മനുഷ്യൻ തങ്ങളുടെ പ്രയത്നത്തിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ അനുഭവിച്ചാലും മനസ്സ് വീണ്ടും അതൃപ്തമായി തന്നെ നിൽക്കും. അതുകൊണ്ട് മനസ്സിൻ്റെ തൃപ്തിയല്ല, മറിച്ച് ആത്മസംതൃപ്തിയാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. മനസ്സിൽ രമിക്കുന്നവൻ ജീവിതകാലം മുഴുവൻ അതൃപ്തനായി ജീവിക്കുമ്പോൾ ആത്മാവിൽ രമിക്കുന്നവൻ എത്ര കാലം ജീവിച്ചാലും സംതൃപ്തനായി തന്നെ ഇരിക്കുന്നു. കാരണം മനസ്സിനെ തൃപ്തമാക്കേണ്ടത് ബാഹ്യവസ്തുക്കളെ കൊണ്ടാകുമ്പോൾ ആത്മസംതൃപ്തി സ്വയം ആത്മാവിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. തൃപ്തിയും അതൃപ്തിയും വസ്തുവിലല്ല, മറിച്ച് മനസ്സിലും ആത്മാവിലുമാണ് നിലകൊള്ളുന്നത്. ഉദാഹരണത്തിന്, ഒരു ഉത്സവ സ്ഥലത്ത് ഒരു കുട്ടി കളിപ്പാട്ടം വിൽക്കുന്നു, മറ്റൊരു കുട്ടി അത് വാങ്ങുന്നു. ഇവിടെ ഒരാൾക്ക് താൻ കൊടുക്കുമ്പോഴും മറ്റൊരാൾക്ക് താൻ നേടുമ്പോഴുമാണ് സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്നത്. എല്ലാ കളിപ്പാട്ടങ്ങളും വിറ്റഴിയുമ്പോഴാണ് കച്ചവടക്കാരൻ കുട്ടിക്ക് പൂർണ്ണ സന്തോഷമുണ്ടാകുന്നതെങ്കിൽ അതിലൊരെണ്ണമെങ്കിലും തൻ്റെ പക്കലെത്തുമ്പോഴാണ് വാങ്ങുന്ന കുട്ടിക്ക് അല്പമെങ്കിലും സന്തോഷമുണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സന്തോഷം വസ്തുവിലല്ലായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ താൻ ആഗ്രഹിച്ച ഒരു വസ്തു തന്നിലെത്തുന്നത് വരെ ഉണ്ടായിരുന്ന അതൃപ്തി നീങ്ങി അത് ലബ്ധമാകുമ്പോൾ മനസ്സ് തൃപ്തമാകുന്നതായും പിന്നീട് കാലാന്തരത്തിൽ താൻ അറിയാതെ തന്നെ ആ തൃപ്തി മനസ്സിൽ നിന്നും പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാകുന്നതായും കാണാം. എന്നാൽ ആ വസ്തുവിൻ്റെ ലബ്ധിക്ക് ശേഷവും താൻ അതൃപ്തനാണെങ്കിൽ സന്തോഷമെന്നത് വസ്തുവിലല്ല എന്ന് വീണ്ടും വ്യക്തം. ഹൃദയമാം പൂവതിനടിവാരദേശത്തൊരു ഉറവയുണ്ടതു നീ തുറക്കൂ, അതിലൂടെ യൂറി വന്നകമേ നിറഞ്ഞിടും മധുകൊണ്ട് ദിനവും സുഖിക്കൂ. ഹൃദയമാകുന്ന പൂവിൻ്റെ ഏറ്റവും അടിവാരത്തിൽ ഒരു ഉറവയുണ്ട്. അതടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളിൽ നിത്യമായ സന്തോഷം ഉണ്ടാകാത്തത്. മറിച്ച് ആ ഉറവ തുറന്നാൽ അതിലൂടെ ഊറി വരുന്ന സന്തോഷമാകുന്ന മധു കൊണ്ടുകൊണ്ട് സദാകാലവും സുഖമായിരിക്കാം എന്ന് കവിസങ്കല്പം. ശരീരത്തെ അടക്കം ഇവിടെ ഉപേക്ഷിച്ചു പോകുന്ന ഈ ജീവന് സമ്പാദ്യം കൊണ്ടോ ദേവേന്ദ്രപ്പട്ടം വരെയുള്ള സ്ഥാനമാനങ്ങൾ കൊണ്ടോ ഭൂമിയിൽ എന്ത് പ്രയോജനം? ചിന്തിക്കേണ്ട വസ്തുതയാണ്. ലോകത്തെ മുഴുവൻ തങ്ങളുടെ കാൽക്കീഴിലാക്കിയെന്ന് അഹങ്കരിച്ചിരുന്ന ചക്രവർത്തിമാർ ഇവിടെയുണ്ടായിരുന്നു. അവരുടെ ജീവിതങ്ങളിലൂടെ നമുക്ക് ഈ സത്യത്തെ കണ്ട് മനസ്സിലാക്കാവുന്നതുമാണ്. ഭൂമിയിൽ മനുഷ്യജീവിതം ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രമുള്ളതാണെന്ന് ഓരോ പദ്യത്തിലും വ്യത്യസ്ത ഉദാഹരണങ്ങളിലൂടെ പറയുകയാണ് ആചാര്യൻ. അത് അതിനായി തന്നെ വിനിയോഗിച്ച് സമൂഹത്തിൽ മുമുക്ഷുക്കളായി ജീവിച്ച് മോക്ഷം നേടുന്നതിനൊപ്പം വരും തലമുറകൾക്ക് സ്വയം മാതൃകയാകേണ്ട ഉത്തരവാദിത്വം കൂടി നമ്മളിലുണ്ട്.